റേഷനരിയുടെ വില വർദ്ധിപ്പിച്ചു എന്ന മട്ടിലുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. അത് ശരിയാണോ? ശരിയല്ല. റേഷനരിയുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ്. അരിയുടെ അളവിലും വിലയിലും മാറ്റമില്ല. 10 രൂപ 90 പൈസയിൽ നിന്ന് 26 വർദ്ധിപ്പിച്ചു എന്ന പ്രചരണം അവാസ്തവമെന്ന് ഭക്ഷ്യവകുപ്പ്. മറിച്ചുള്ളത് വ്യാജ പ്രചരണമാണെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, അരിക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ല, മറിച്ചൊരു വ്യാജ പ്രചരണം നടക്കുന്നുവെന്നാണോ ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്? ഇപ്പോഴും അരിക്ക് 10 രൂപ 90 പൈസ തന്നെയാണോ? അതെ അരുൺ, നിലവിൽ ഈ കേന്ദ്ര സർക്കാർ ഈ ഉത്സവകാലങ്ങളിൽ പ്രത്യേകിച്ച് ഓണക്കാലത്ത് സ്പെഷ്യൽ അരി നൽകുന്നത് പതിവാണ്. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ടൈഡ് ഓവർ വിഹിതത്തിലൂടെയാണ് ഈ അധിക അരി സംസ്ഥാന സർക്കാരിന് നൽകി വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ ഡിസംബർ മാസമാണ് സംസ്ഥാന സർക്കാർ LDF സർക്കാർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന 33,000 മെട്രിക് ടൺ അരി അതിൽ നിന്നും ഗോതമ്പ് വേണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ അന്നത്തെ ഭക്ഷ്യവകുപ്പ് കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 6,000 മെട്രിക് ടൺ ഗോതമ്പാണ് അക്കാലത്ത് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 26,000 മെട്രിക് ടൺ അരിയാണ് ഇത്തവണയും ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ അധിക അരിക്കാണ് നിലവിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ 10 രൂപ 90 പൈസയ്ക്ക് തന്നെയാണ് നിലവിൽ അരി കിട്ടി വരുന്നത്. അതിന് പുറമെ നീല വെള്ള തവിട്ട് കാർഡുകാർക്ക് നിലവിൽ ഈ FCIയിൽ നിന്നും OMSS വഴി തന്നെ 23 രൂപ നിരക്കിലാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അരി വാങ്ങുന്നത്. അത് 26 രൂപ നിരക്കിൽ നൽകുന്നു. പക്ഷേ അപ്പോഴും നേരത്തെ നൽകിയിരുന്ന വിലയിൽ മാറ്റമില്ല. അത് 10 രൂപ 90 പൈസയ്ക്ക് തന്നെയാണ് നിലവിൽ റേഷൻ കട വഴി അരി നൽകുന്നത്. അതിൽ ഇതുവരെയും അളവിലോ തൂക്കത്തിലോ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ആ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം, അത് ഗോതമ്പ് വേണമെന്നുള്ള ആവശ്യം അന്നത്തെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന അരി സംസ്ഥാനത്തിൽ വലിയൊരു കുറവ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത്തവണത്തെ ഈ ഓണക്കാലം പ്രമാണിച്ച് തന്നെ 1,60,000 മെട്രിക് ടൺ അരി പൊതുവിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധനത്തിന്റെ വിലവർദ്ധനവ് കാരണം തന്നെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് അരിയിൽ വിലക്കയറ്റം ഉണ്ടായിരുന്നു. അത് തടയുന്നതിനും ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ തടയുന്നതിനും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്സവകാലം പ്രമാണിച്ച് ഇത്തരത്തിൽ അരിയും ഈ ഗോതമ്പും പൊതുവിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. നിലവിൽ ഏകദേശം 25,000 മെട്രിക് ടൺ ഗോതമ്പും പൊതുവിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും റേഷൻ കട വഴി ഈ അരിയും ഗോതമ്പും ഇപ്പോൾ വിതരണം ചെയ്ത് വരികയാണ്. അരുൺ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നിങ്ങൾ വീണുപോകരുത്. റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയുടെ കാര്യത്തിൽ ഒരു വില വർധനയുമില്ല. 10 രൂപ 90 പൈസ തന്നെയാണ്, 26 രൂപയല്ല.